ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഫൈനൽ ദോഹയിൽ പുരോഗമിക്കുകയാണ്. ഫ്രഞ്ച് ക്ലബ് PSG-യും ബ്രസീലിയൻ ക്ലബ് ഫ്ലമെങ്കോയും തമ്മിലാണ് പോരാട്ടം. PSG 1 ഗോളിന് മുന്നിലാണ്. ദോഹയിലെ ആമദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ നിന്ന് വിവരങ്ങളുമായി അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട്. അബ്ബാസ്, ഫൈനൽ പുരോഗമിക്കുകയാണ്. എങ്ങനെയുണ്ട് ഗെയിം? ധന്യ, ഫൈനൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ 38-ാം മിനിറ്റിൽ നേടിയ ഏക ഗോളിന് PSG ഈ കളിയിൽ ഫൈനലിലെ പോരാട്ടത്തിൽ മുമ്പിലാണ്. ഇവിടെ കലാശ പോരാട്ടത്തിൽ റയാനിലെ സ്റ്റേഡിയത്തിൽ 10,000 സാക്ഷി നിർത്തിയ ഈ കളിയിൽ ഗംഭീര കളിയാണ് ഇരു ടീമുകളും കാഴ്ചവെച്ചത്. എന്നാൽ 38-ാം മിനിറ്റിൽ നേടിയ ഗോൾ ഈ രണ്ട് കളിയിൽ ഒരു വ്യത്യാസമായി നിലനിന്നു. ഈ ഒരൊറ്റ ഗോളിന് നിലവിൽ PSG മുമ്പിലാണ്. ഇവരുടെ PSG-യുടെ വലത് വിങ്ങിലൂടെ വന്ന ഒരു ആക്രമണം. ഈ ആക്രമണത്തിന് അവരുടെ ഫ്ലമെങ്കോയുടെ ബോക്സിലേക്ക് ഒരു ത്രൂ ബോൾ കൊടുക്കുന്നു. അവിടുന്ന് അവരുടെ ഗോൾ കീപ്പർ റോസ് അഗസ്റ്റിൻ അതിനൊന്ന് ഫിംഗർ കൊണ്ടത് തട്ടിയകറ്റിയെങ്കിലും തൊട്ടു മുമ്പിൽ തന്നെ നിന്നുന്ന അവരുടെ PSG-യുടെ ജോർജിയൻ താരം വറക്ചീനിയ കൃത്യമായിട്ട് അതൊരു ക്ലിനിക്കൽ ഫിനിഷിലൂടെ ഗോൾ കണ്ടെത്തുന്നു. ഇങ്ങനെ ഏക ഗോളിന് ഫ്ലമെങ്കോക്കെതിരെ, ലാറ്റിൻ അമേരിക്കയുടെ ക്ലബ് ചാമ്പ്യന്മാരായ ഫ്ലമെങ്കോക്കെതിരെ അവർ മുമ്പിലാണ്. PSG മുമ്പിലാണ്. ഫ്രഞ്ച് കരുത്തരായ PSG അതിഗംഭീരമായ കളിയാണ് കട്ടയച്ചത്. എന്ന് മാത്രമല്ല, നമ്മൾ എല്ലാവരും ഏറെ ആരാധകർ ഉറ്റുനോക്കിയിരുന്നത് ഇവിടുത്തെ സൂപ്പർ താരം ഉസ്മാൻ ഡെംബെലെ കളത്തിലിറങ്ങുമോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹത്തെ ബെഞ്ചിലിരുത്തിയാണ് കോച്ച് ലൂയി എൻറിക്കെ ഇന്നത്തെ ടീമിനെ കളത്തിലിറക്കിയത്. എങ്കിൽ പോലും മനോഹരമായ PSG കളിച്ചു. അപ്പുറത്ത് ഫ്ലമെങ്കോ ബ്രസീൽ ക്ലബ്ബ് അവർ ആക്രമണം നടത്തിയെങ്കിൽ പോലും PSG-യുടെ പ്രതിരോധത്തിൽ തട്ടിയും ഈ നിലവിൽ അവരുടെ ആക്രമണങ്ങളുടെ മുനയൊടിയുന്ന ഒരു കാഴ്ചയാണ് ആദ്യ പകുതിയിൽ കണ്ടത്. ഏതായാലും 10,000-കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിയാണ് നിലവിൽ ഈ ഇന്റർകോണ്ടിനെന്റൽ കപ്പിൻ്റെ ഫൈനൽ പുരോഗമിക്കുന്നത്. അതിൽ ആദ്യ ഹാഫിലെ കളി നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് PSG-ക്ക് ഒരു ചെറിയ മേധാവിത്വമുണ്ട്. അത് തന്നെ അവരുടെ കളിയിലും പ്രകടമായി, ഒരു ഗോളിലും പ്രകടമായി. അവരുടെ വറക്ചീനെ നേടിയ ഏക ഗോളിലൂടെ 38-ാം മിനിറ്റിൽ നേടുന്ന അതിഗംഭീരമായ ഒരു ഗോളിലൂടെ, ഒരു ടീം പ്ലേ ഗോളിലൂടെ PSG നിലവിൽ മുന്നിൽ നിൽക്കുന്നു. ഇനി രണ്ടാമത്തെ പകുതി ആരംഭിക്കാൻ ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. ആരാണ് ഈ ഫിഫ ഇന്റർകോണ്ടിനെന്റൽ കപ്പ് ഉയർത്തുക എന്ന് അറിയാൻ ഇനി 45 മിനിറ്റിൻ്റെ ദൂരം മാത്രമേ ഉള്ളൂ. ധന്യ.